നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പെരുവണ്ണാമൂഴി ജില്ലാ കൃഷി ഫാമിൽ ഇനി സൂര്യകാന്തിയും വിളയും. 70ഓളം സെന്റ് സ്ഥലത്താണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. വരും വർഷങ്ങളിൽ കൃഷി വിപുലീകരിക്കുമെന്ന് സൂപ്രണ്ട് നൌഷാദ് പറഞ്ഞു. പേരാമ്പ്ര കുവ്വപ്പൊയിലിന് സമീപത്തുള്ള കൂത്താളി ജില്ലാ കൃഷി ഫാമിൽ ഇത്തവണ സൂര്യകാന്തി കൃഷിയും പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത സൂര്യകാന്തി കൃഷി വിജയകരമായതിന്റെ സന്തോഷത്തിലാണ് അധികൃതരും തൊഴിലാളികളും. പരിസ്ഥിതി സൗഹൃദ കീടനിയന്ത്രണം ലക്ഷ്യമാക്കിയാണ് ഫാമിൽ സൂര്യകാന്തി കൃഷി ഇറക്കാൻ തീരുമാനിച്ചതെന്നും മിത്രകീടങ്ങളെ ആകർഷിക്കുന്നത് വഴി പച്ചക്കറി കൃഷിക്കടക്കം ബാധിക്കുന്ന മറ്റുള്ള കീടശല്യം കുറയ്ക്കാനുമുള്ള വഴിയൊരുങ്ങുമെന്നാണ് പ്രതീക്ഷ. കൃഷിഫാം സൂപ്രണ്ട് KV നൌഷാദ് പറഞ്ഞു. കോഴിക്കോട് ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഫാം കൂത്താളി ഈ വർഷം ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് സൂര്യകാന്തിയുടെ ഒരു കൃഷി ചെയ്തിട്ടുള്ളത്. ഏകദേശം 70 സെൻറ്റോളം സ്ഥലത്താണ് സൂര്യകാന്തി കൃഷി ഈ വർഷം ചെയ്തിട്ടുള്ളത്. 2-3 ലക്ഷ്യങ്ങളായിരുന്നു ഈ ഒരു കൃഷിയിലേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഉള്ളത്. ഒന്ന്, ഒരു കീടരോഗ നിയന്ത്രണ ഉപാധി എന്നുള്ള രീതിയിൽ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കീടരോഗ നിയന്ത്രണ ഉപാധി ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മിത്ര കീടങ്ങളെ ആകർഷിക്കുന്ന ചില ചെടികൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതിലൊന്നാണ് സൂര്യകാന്തി. ഇതേപോലെ ചെണ്ടുമല്ലി, ചോളം, അതേപോലെ സസാമം, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതായിരുന്നു ഒരു ലക്ഷ്യം. നമ്മുടെ ഇവിടെയുള്ള കൃഷി, പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിൽ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളൊരു രീതി അവലംബിക്കുക, അതാണ് ഒന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നമുക്ക് ഈ ഭാഗത്ത് നമ്മുടെ കൃഷിക്കാരെയും ഇതിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ പ്രദേശത്തുള്ള കർഷകരെയും ഈ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവർക്കുള്ളൊരു പ്രധാന പ്രശ്നം ഇത്തരം വിത്തുകൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സൂര്യകാന്തി, ചെണ്ടുമല്ലി, അതുപോലെ ചോളം, ഇതുപോലെയൊക്കെയുള്ള വിത്തുകൾ നമുക്ക് കർഷകർക്ക് കുറഞ്ഞ വിലയ്ക്ക്, അധികം വില ഈടാക്കാതെ തന്നെ കൊടുക്കാനുള്ളൊരു പദ്ധതി കൂടി ഞങ്ങൾ ഇതിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതിന് തൊട്ടടുത്താണ് പെരുവണ്ണാമൂഴി ടൂറിസ്റ്റ് കേന്ദ്രം, ഡാമുമായി ബന്ധപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമുള്ളത്. ഒരുപാട് സന്ദർശകർ വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരു ആനന്ദകരമായിട്ടുള്ളൊരു പ്ലോട്ട്, അവർക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാനുള്ളൊരു പ്ലോട്ട് എന്നുള്ള രീതിയിൽ അവർ ഫാം വിസിറ്റ് ചെയ്യാറുണ്ട്, ഫാമിലെ കൃഷി രീതികൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു കൃഷി എന്നുള്ള രീതിയിലാണ് ഇത്തവണ സൂര്യകാന്തി പരീക്ഷിച്ചിട്ടുള്ളത്. വരുന്ന വർഷങ്ങളിൽ കുറച്ചുകൂടി നേരത്തെ ഇത് ചെയ്ത് ടൂറിസ്റ്റുകാർക്ക് കുറച്ചുകൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. പച്ചക്കറി കൃഷി ചെയ്യുന്ന ബ്ലോക്കിന് സമീപം ഫീൽഡ് 1-ലെ 70ഓളം സെന്റ് സ്ഥലത്താണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. 80 ദിവസമാകുമ്പോൾ പൂക്കൾ ഉണ്ടാകും. 120 ദിവസം കൊണ്ട് വിളവെടുക്കാനും കഴിയും. മാഹിക്കോ ബ്ലാങ്ക് ഇനത്തിൽപ്പെട്ട വിത്താണ് സൂര്യകാന്തി കൃഷിക്കായി ഉപയോഗിച്ചത്. ഇതിന് സമീപം തേനീച്ച കൃഷിയും ചെയ്യുന്നുണ്ട്. ഇതിനും സൂര്യകാന്തി പൂക്കൃഷി സഹായകരമാകുമെന്നാണ് കരുതുന്നത്. കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് സൂര്യകാന്തി വിത്തും വിൽപ്പന നടത്തും. പെരുവണ്ണാമൂഴിയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് നല്ല കാഴ്ചയൊരുക്കാനും അതുവഴി ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും കഴിയും. അടുത്ത വർഷം കൃഷി വിപുലമാക്കുമെന്ന് കൂത്താളി ജില്ലാ കൃഷി ഫാം സൂപ്രണ്ട് KV നൌഷാദ് പറഞ്ഞു. ഇപ്പോൾ സൂര്യകാന്തി ചെടി പകുതി മൂപ്പെത്തിയ അവസ്ഥയിലാണ്. പൂത്തു നിൽക്കുന്നത് കാണാൻ നിരവധി പേരെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.